മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേടിയ വിജയത്തിന് പ്രത്യേകതകൾ ഏറെ. ഹിന്ദുത്വവും വികസനവും സമാസമം ചേർത്താണ് ബിജെപി സഖ്യം ഇക്കുറി വോട്ട് നേടിയത്. അതേസമയം തന്നെ ഒരുമിച്ച് നിന്നിട്ടും പവാർ താക്കറെ കുടുംബങ്ങൾക്ക് ബിജെപിക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടിയും വന്നു. വിവരങ്ങളുമായി ശ്രീകാന്ത് തുടരുകയാണ്. ശ്രീകാന്ത്, നമുക്കറിയാം ഇന്നലെ മഹാരാഷ്ട്ര കാവി പുതയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് പവാർ താക്കറെ കുടുംബങ്ങൾ ഒരുമിച്ച് നിന്നു എന്നിട്ടും തോറ്റമ്പിപ്പോയി എന്നുള്ളതാണ്. എങ്ങനെയാണ് ബിജെപിയുടെ ഒരു വിജയ ഫോർമുല അത് ഫലം കണ്ടത്? രാഖി, വളഞ്ഞ വഴികളില്ല അതിന്. കാരണം ഗുഡ് ഗവേണൻസ്, സൽഭരണം എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിയുടെ ഈ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം അവിടെ ഒരു സിസ്റ്റം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അത് അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു. വിശേഷിച്ച് നഗര വോട്ടർമാർക്കിടയിൽ ബി.ജെ.പി സർക്കാർ വന്നതിന് ശേഷം വലിയ വേരോട്ടമുണ്ടാക്കാനും സാധിച്ചു. അത് പ്രതിഫലിച്ചു എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാൻ. രണ്ട്, ഹിന്ദുത്വവും അതോടൊപ്പം വികസനവും, ഈ രണ്ട് കാര്യവും സമാസമം ചേർത്താണ് ഈ ദേശീയതയ്ക്ക് വലിയ വേരോട്ടമുള്ള ഛത്രപതി ശിവാജി മഹാരാജിനെ പോലെയുള്ള ആളുകൾ ഉഴുതുമറിച്ച മണ്ണിൽ ബി.ജെ.പി വോട്ട് തേടിയത്. ഹിന്ദുത്വം എന്ന തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വികസനം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടുമാണ് മഹാരാഷ്ട്രയിൽ വോട്ട് തേടിയത്. അത് ഫലം കണ്ടു എന്ന് വേണം ഈ വിജയത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ രാഷ്ട്രീയ ചാണക്യനായ ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി കൊണ്ടു എന്നും ഈ ഒരു അവസരത്തിൽ വിലയിരുത്താം. രണ്ട്, പവാർ താക്കറെ കുടുംബങ്ങളുടെ പതനമാണ്. അതിൽ രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഒരുമിച്ച് വന്നിട്ടും അവരുടെ കൈവശമുണ്ടായിരുന്ന അവരുടെ പൊന്നാപുരം കോട്ട 25 കൊല്ലം കാത്തുസൂക്ഷിച്ച ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അത് ബി.ജെ.പി പിടിച്ചെടുത്തു. ബി.ജെ.പി 89 സീറ്റുകളോടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയും ചെയ്തു. തിരിച്ചു വരാനാകാത്ത വിധം തകർന്നു കഴിഞ്ഞു ഉദ്ധവ് താക്കറെയുടെയും രാജ് താക്കറെയും അടങ്ങുന്ന അവരുടെ അവശിഷ്ട ശിവസേന എന്ന് പറയുന്നത്. ഇനി പവാറിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ രാഷ്ട്രീയ ചാണക്യനായിരുന്നു പവാർ. പൂനെ സത്താറ പിംപ്രി ചിഞ്ച്വാഡ് ബെൽറ്റ് എന്ന് പറയുന്നത് പവാറിന്റെ കുത്തകയായിരുന്നു, കുടുംബ കോട്ടയായിരുന്നു. അത് മുഴുവൻ ബി.ജെ.പി കാവിക്കൊടുങ്കാറ്റിൽ കടപുഴകുന്ന കാഴ്ച, തകർന്നടിയുന്ന കാഴ്ചയും നമ്മൾ ഇന്നലെ കാണുകയും ചെയ്തു. അജിത് പവാറിനെ ഒപ്പം കൂട്ടിയിട്ടും ബി.ജെ.പി കൊടുങ്കാറ്റിനെ പിടിച്ചുകെട്ടാൻ പവാറിനും സാധിച്ചില്ല. പവാറിന്റെ പവർ പൊളിറ്റിക്സും താക്കറെ കുടുംബത്തിന്റെ വിഘടനവാദ രാഷ്ട്രീയവും മഹാരാഷ്ട്രയിൽ തകർന്നു.